നമസ്കാരം. നമ്മളിപ്പോൾ നോക്കുന്നത് അൺട്രേഡിനെ കുറിച്ചാണ്. അപ്പോൾ അൺട്രേഡിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനുകളും കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അൺട്രേഡിലേക്ക് ആൾക്കാർ കൂടുതൽ വരുന്നത്, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പരിശോധിക്കുന്നതാണ്. അപ്പോൾ അൺട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിക് ട്രേഡിംഗ് ആണെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യലായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അൺട്രേഡ് എന്ന് പറയുന്ന റോബോട്ട് ട്രേഡിങ്ങിന് നമ്മൾ കൊടുക്കേണ്ടത് $150 ഒരു വർഷത്തേക്ക്. $150 കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. അതായത് നമ്മൾ ഒരിക്കലും അൺട്രേഡിൻ്റെ പ്ലാറ്റ്ഫോമിലല്ല നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിനാൻസിൻ്റെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലായിരിക്കും നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ തന്നെയായിരിക്കും ട്രേഡ് റൺ ആകുന്നതും. അപ്പോൾ ഈ റോബോട്ടിക് ട്രേഡിങ്ങിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യമേ അൺട്രേഡിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ $150 കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു ബോട്ടിനെ പർച്ചേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബിനാൻസിൽ പോയിട്ട് API ബൈൻഡിങ് വഴി നമ്മൾ ബിനാൻസിലേക്ക് ഈ ആപ്ലിക്കേഷനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബോട്ടിനെ നമ്മൾ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബോട്ടിന് നമുക്ക് നമ്മുടെ ബിനാൻസിൽ കിടക്കുന്ന ഒരു ഫണ്ടും അവർക്ക് ആക്സസ് ചെയ്യാനുള്ള, അതായത് അവർക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷനും അവിടെ അവൈലബിൾ അല്ല. കാര്യം API ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് പെർമിഷൻസ് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. ഒന്ന് റീഡ് ആൻഡ് ട്രേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാരണവശാലും അതിൽ നിന്ന് ഫണ്ട് എടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കേസ്, നമ്മൾ ബോട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് നമ്മൾ ഫ്യൂവൽ ഫീ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 20% എങ്കിലും, മിനിമം $50 എങ്കിലും നമ്മൾ ഫ്യൂവൽ ഫീ ആയിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തിനാണ് ഫ്യൂവൽ ഫീ എന്നുള്ളതാണ്. നമുക്ക് ബോട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എടുക്കുന്ന ട്രേഡിൻ്റെ 70% നമുക്കും 30% കമ്പനിക്കുമാണ്. അത് ബോട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 70% നമുക്കും 30% കമ്പനിക്കും. അപ്പോൾ 30% ഒരിക്കലും അവർക്ക് ബിനാൻസിൻ്റെ പ്രോഫിറ്റിൽ നിന്നും അവർക്ക് കവർ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫ്യൂവൽ ഫീ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അൺട്രേഡിൻ്റെ ട്രേഡിങ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ട്രേഡിംഗ് ആണ്. അതായത് ഇന്ന് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ ഒക്കെ മുന്നോട്ട് പോയിരിക്കാം. റോബോട്ടിന് കൃത്യമായ ഒരു റിവേഴ്സ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ മാത്രമായിരിക്കും ആ ട്രേഡ് അവിടെ വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ട്രേഡിലേക്ക് പോകുന്നത്. ട്രേഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഉൾപ്പെടെയായിരിക്കും നെക്സ്റ്റ് ട്രേഡിലേക്ക് പോകുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് ഒരിക്കലും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 20-70% മാത്രമായിരിക്കും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1x 2x 3x എന്ന റേഷ്യോയിലായിരിക്കും നമുക്ക് ട്രേഡ് ഫോളോ ചെയ്യാൻ കഴിയുന്നത്. അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 20-70% അവർ എടുത്തു കഴിഞ്ഞാൽ ×2x ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ×2 ആയിരിക്കും. 3x ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ×3 ആയിരിക്കും. അവർ ലിവറേജ് എടുത്തുകൊണ്ടായിരിക്കും ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ലിവറേജ് എടുത്തുകൊണ്ട് ട്രേഡ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്കതിൽ നിന്നും എല്ലാം വിഡ്രോൽ ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ട്രേഡ് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്, പ്രോഫിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പ്രോഫിറ്റ് കുറച്ചെടുക്കണം, അതല്ലെങ്കിൽ ഫുൾ എമൗണ്ട്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫുൾ എമൗണ്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്കത് എടുക്കാവുന്നതാണ്. അവിടെ ഒരു ലോക്കിംഗ് പീരീഡോ ഒന്നും അവിടെ ഉണ്ടാവുന്നതല്ല. നിങ്ങൾ നേരെ അൺട്രേഡിൻ്റെ ആപ്ലിക്കേഷനിൽ പോവുക, റോബോട്ടിനെ അൺഫോളോ ചെയ്യുക. അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ എമൗണ്ടും നിങ്ങൾക്ക് അറ്റ് എ ടൈം വിഡ്രോ ചെയ്ത് മാറ്റാവുന്നതാണ്. ഓരോ ടൈമും നമ്മൾ ട്രേഡ് കഴിയുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂവൽ ഫീയിൽ നിന്നും അവരുടെ 30% അവർ ഈടാക്കുന്നതാണ്. അപ്പോൾ 30% ഈടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും അവിടെ ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ ഫീ അവിടെ ഉണ്ടോ എന്നും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. ചെക്ക് ചെയ്ത് ഫ്യൂവൽ ഫീ ഇല്ലെങ്കിൽ ഫ്യൂവൽ ഫീ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റിൽ നിന്നും വിഡ്രോ ചെയ്ത് അവിടെ ആഡ് ചെയ്യേണ്ടതാണ്. മറ്റ് ബോട്ടുകളെ, അതായത് ഇതിനു മുമ്പ് മാർക്കറ്റിൽ വന്ന ബോട്ടുകളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തതകൾ ഈ ഒരു ബോട്ടിനുണ്ട്. അതായത് മറ്റ് ബോട്ടുകൾ നേരത്തെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയിൽ വെച്ച് മൾട്ടിപ്പിൾ കോയിൻസ് എടുക്കും. ഒരിക്കലും അതൊരു പോസിബിളായിട്ടുള്ള സംഭവമല്ല. പക്ഷേ നമ്മുടെ അൺട്രേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജിയിൽ BTC മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. BTC USDT പെയർ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര സക്സസ്സിലേക്ക്, ഈ വിന്നിംഗ് റേഷ്യോയിലേക്കും വരാൻ കഴിയുന്നത്. അതായത് നമ്മളുടെ 3x ആനുവൽ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ 1043% ആണ് നമുക്കവിടെ പ്രോഫിറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. 2x 500 സംതിങ്ങും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിലവിലത്തെ അൺട്രേഡിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള നമ്മളുടെ ആനുവൽ റേഷ്യോസും കാര്യങ്ങളുമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കിവിടെ കാണാം
3x ലിവറേജ് എടുത്ത് ട്രേഡ് എടുത്തേക്കുന്നത് 1058% ആണ് ആനുവൽ റേഷ്യോ വന്നിരിക്കുന്നത്. 3 മാസം കൊണ്ട് 148% നമുക്കിവിടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നു. ഇത് നിലവിൽ ട്രേഡ് റണ്ണായിക്കൊണ്ടിരിക്കുന്നതാണ്. 21% മുകളിൽ ഇപ്പോൾ ട്രേഡ് നിലവിൽ റണ്ണായി. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിൽ ലോസ് ഇല്ലേ എന്നുള്ളത്. ലോസ് ഉണ്ട്. പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലോസുകൾ വളരെ വിരളമായി മാത്രമാണ് ലോസുകൾ വന്നിരിക്കുന്നത്, ചെറിയ പെർസെൻറ്റേജിലും. എന്നാൽ പ്രോഫിറ്റുകൾ വളരെ കൂടുതലും ആക്യുറേറ്റ് ആയ പ്രോഫിറ്റുകളുമാണ് ഇതിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക, ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ പ്രോഫിറ്റുകൾ, അതായത് നമ്മൾ ഒരു കാരണവശാലും നമുക്ക് ട്രേഡ് അറിയണമെന്നില്ല. നമുക്ക് ഇതിൽ നിന്നും ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റുകളും ഏൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അൺട്രേഡിലേക്ക് ജോയിൻ ചെയ്യുക.